റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ബാമിയ ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയറും ലൈക്കും കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും വിട്ടുപോകരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ഒന്ന് വറുത്ത് ചേർക്കണം. അപ്പൊ നമുക്ക് മസാലകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമ്മളിതാ ഒരു ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ എല്ലാ പൊടിയും കൂടെ ഒരുമിച്ച് ചേർത്തെടുത്ത് വറക്കുമ്പോൾ ആദ്യം മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർക്കാനായിട്ട്. ഞാനൊരു 2.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മല്ലിപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ചാൽ മതിയെ, മല്ലിപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ നമ്മളതൊന്ന് വരട്ടിയെടുക്കുമ്പോൾ ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. മുളക് പൊടി കുറച്ചൊന്ന് ചൂടായി വന്നാൽ മതി. മല്ലിപ്പൊടിയാണ് നന്നായിട്ട് വറുത്തെടുക്കേണ്ടത്. മുളക് പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കണം. നമ്മൾ ഇതില് വെല്ലുള്ളി ഉപയോഗിക്കണ്ട, ചെറിയുള്ളി വേണം. വെല്ലുള്ളി ഉപയോഗിച്ചാൽ കുറച്ച് മധുരം പോലെ വരും. കുറച്ച് മതിട്ട ചെറിയുള്ളി. പിന്നെ നമ്മൾ ഒന്ന് വരട്ടിയെടുക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ, 2-3 ഇല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം പെരിഞ്ജീരകം ഒന്ന് കുത്തിയെടുത്തതാട്ടെ. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 സ്പൂൺ പോലും വേണ്ട, ഒരു കുറച്ച് ഉലുവ. അത് നമ്മൾ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, പച്ച ഉലുവ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മതി, ഉലുവ കൂടിപ്പോയാൽ ഭയങ്കര കയ്പായി പോകും. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടി മുളകും പൊടിയാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇതൊന്ന് വേവാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പീസ് തക്കാളി കൂടി പോകരുത്, ഒരു പുളിപ്പ് വരും. ചെറിയ ഒരു പകുതി പോലും ഇല്ല, ചെറിയൊരു കഷ്ണം തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഈ ഉള്ളിയും മസാലയൊക്കെ ബീഫിൽ എല്ലാ സ്ഥലത്താവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി. നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലെ തക്കാളി ഉള്ളി എല്ലാം ഒന്ന് ഉടഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതാ സ്റ്റവ് എത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ആദ്യത്തെ വിസില് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു ആദ്യ വിസിൽ അടുപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി വിസിലും കൂടെ അടുപ്പിച്ചെടുത്താൽ മതി. നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതാണ്. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ അരച്ച പോലെ ആക്കിയതല്ല, ഒന്ന് ചതഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം.
നന്ന പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് മൂത്ത് വരുന്ന ഉള്ളിയൊക്കെ നന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പോ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇറച്ചി ചേർത്തതിന് ശേഷം ചേർക്കാം. നമ്മള് ചെറിയുള്ളിയൊക്കെ ഒന്ന് പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് മതിട്ടൊന്ന് കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കണേ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഈ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നന്നായിട്ട് ഇതാ ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരര സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണോളം മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, അതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമായി പോയാൽ ഭയങ്കര ഗ്രേവി ആയി പോകും. നമുക്ക് ഇത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ തേങ്ങാക്കൊത്തും ആ ചെറിയുള്ളി എല്ലാം ബീഫിന്റെ എല്ലാ സൈഡിലേക്ക് ആവുന്ന പോലെ നന്നായിട്ട് ഇറക്കി കൊടുക്കണം. നമ്മളെപ്പോഴും ബീഫ് വെക്കുമ്പോ ഈ നോൺ സ്റ്റിക്കിന്റെ പാനൊന്നും ഉപയോഗിക്കാതെ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടിയിലോ നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തേങ്ങാക്കൊത്തൊക്കെ എല്ലാ സ്ഥലത്തായിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കരിയാത്ത പോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവി കയറ്റിയെടുത്താൽ മതി. ബീഫ് റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മീതെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിന്റെ മേലെ ഇങ്ങനെ തൂക്കി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റ് ആണ്. വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി എടുത്തതാണ്. ബീഫ് എപ്പോഴും ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് ബീഫ് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഈ ഒരു ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ബീഫ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് റോസ്റ്റ് ആണിത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.